ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിതാ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോണത്. എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങിയിൽ കവറടിച്ച് കിടക്കണമെന്ന് കേട്ടു. അപ്പോൾ അതിനൊക്കെയാണ് പോണത്. ആക്ച്വലി വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ആക്കാനായിട്ട് ലേറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ അങ്ങ് പോകുന്നേക്ക്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ കവർ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട്, കവർ രാത്രി ഒരു 10 മണിക്കൊക്കെ ശേഷമല്ലേ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എറണാകുളം പോയപ്പം അവിടെ ലുലുവിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരനെ ഈ ഫൺ സ്റ്റേഷനിൽ കയറ്റാനുള്ള പരിപാടി നോക്കുമായിരുന്നു. അപ്പോൾ ആമിക്ക് കയറാൻ പറ്റും, ഏലത്തിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. ആക്ച്വലി ഏലത്തിന് കയറാമായിരുന്നു, ആമിക്ക് അതിനകത്ത് കയറാനായിട്ട് പറ്റിയില്ല. അപ്പോൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് വിടാമെന്ന് വിചാരിച്ച പ്ലാൻ പാളിപ്പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് ലുലു ഒക്കെ മൊത്തത്തിൽ അങ്ങനെ റൗണ്ട് അടിച്ച് നടന്നു. എവിടെ പോയാലും ഈ ചെക്കന് ഒരു തവണയിൽ കാണാതെ ആവും കേട്ടോ. പിന്നെ അതാ ആമി ഈ ഒരു ഗെയിം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട്. ഭയങ്കര ഉന്നൊക്കെ നോക്കി ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു തവണയല്ല, 4-5 തവണ ട്രൈ ചെയ്തിട്ട് ഒരു ഡോള് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണുമോ എങ്ങനെയാണ് അവൾ എടുക്കുന്നത്, എങ്ങനെയാണെന്നൊക്കെ. ആദ്യം മോളാണ് തുടങ്ങിയതെങ്കിലും അവസാനിച്ചത് അപ്പനിലാണ് കേട്ടോ. സോ നിങ്ങളത് കണ്ടിട്ട് വരൂ. അങ്ങനെ ലുലുന്ന് ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ മാത്രമല്ല, ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ട് മോനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ കവർ കാണാനായിട്ട് പോണത്. നമ്മൾ ഏകദേശം അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 12 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഗൂഗിൾ മാപ്പ് ഞങ്ങൾ കുറച്ചധികം ചിറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗൂഗിൾ അമ്മച്ചി എന്നെ എന്നും ചീത്ത കേൾപ്പിക്കും. അത് അമ്മച്ചിയുടെ പ്രശ്നമാണോ എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ എത്തി. പക്ഷേ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കവർ കാണാനല്ല പോണത്, നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോണത്. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ, കാണിച്ചു തരാം. നിങ്ങൾ ഇതുവരെ പോവാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എറണാകുളം സ്വർഗം എന്നാണ് ആക്ച്വലി എൻ്റെ പേര്. ഗൂഗിളിലൊക്കെ നമുക്ക് അതിൻ്റെ സൈറ്റ് അവൈലബിൾ ആണ്, അതായത് റൂട്ട് അവൈലബിൾ ആണ്. പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റാണ് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ല ഒരു ആംബിയൻസും കാര്യങ്ങളാണ്. ഫുഡ് അതിലേറെ ഗംഭീരമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ 10 മണിക്കും 12 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് മിസ്സാവും. ഒരു 7 മണിക്കൊക്കെ 3 മണി തൊട്ടോ 12 മണി തൊട്ടോ 3 മണി തൊട്ടോ അത് ഓപ്പണാണ്. ഒരു 7 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ഐറ്റംസ് കിട്ടും. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് ചാറ്റൽമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വൈബ് വന്നിട്ട്. നൈറ്റ് വ്യൂ അടിപൊളിയാണ്. ഒരു കായലിൻ്റെ തീരത്തായിട്ടാണ് ഈ ഒരു സ്വർഗം എന്നുള്ള ഈ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് അവർ ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസം. നമുക്ക് വീഡിയോയിൽ കാണുന്നേക്കാട്ടിലും രസമാണ്. അപ്പോൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടിയിട്ട് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അതിൽ കുറേ നേരം ഇരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി അവിടെ പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ പ്രീ ബുക്കിങ്ങിൻ്റെ കാര്യം അറിയില്ലായിരുന്നു. സോ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു.
ഒരു ഹാഫ് ആൻ അവറോളം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് സീറ്റ് റിസർവ് ആയത്. കണ്ടോ, നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു സെറ്റപ്പായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താ പിന്നെ ആ ചെക്കനാണ് കേട്ടോ നമുക്ക് ഫുഡെല്ലാം സെർവ് ചെയ്യാനും ഓർഡറിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആൾ തൃശ്ശൂർ ചാലക്കുടിക്കാരനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ ഫ്രണ്ട് അഷ്ണയുടെ മകൻ അർമാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ ഫുഡ് കഴിച്ചു. നമുക്കപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അവിടെ ഐറ്റം ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഈ പറഞ്ഞ 10 മണി 12 മണി സമയമായപ്പോഴത്തേനൊക്കെ തീർന്നു തുടങ്ങി. പിന്നെ കിട്ടിയതും തട്ടി നമ്മൾ വേഗം പോയി. പക്ഷേ നമ്മൾ ഇനി ഒരു തവണയും കൂടെ അവിടെ ട്രൈ ചെയ്യാനായിട്ട് വീണ്ടും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എറണാകുളം സൈഡുകാരാണെന്നുണ്ടെങ്കിൽ സ്വർഗം മിസ് ചെയ്യാതെ പോവാം കേട്ടോ. പിന്നെ നമ്മൾ കവർ കാണാനായിട്ട് പോകുന്നത് കുമ്പളങ്ങിയാണ് കേട്ടോ. ഇതുവരെയും കാണാത്തവരാണെങ്കിൽ മിസ് ചെയ്യാതെ കാണുക. ഇപ്പോൾ ഒക്കെ തൃശ്ശൂർ ഏതോ പാലത്തിൻ്റെ ചെന്തുരുത്തി പാലോ തൃശ്ശൂരാണോ അങ്ങനെ എന്തോ ഒരു പാലത്തിൻ്റെ താഴെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഇതെങ്ങനെ എൻ്റെ ഡ്രാഫ്റ്റിലേക്ക് എടുക്കുമായിരുന്നു. ഇങ്ങനെ ഒരു വഴിക്കൂടെ അങ്ങ് ദൂരെ എത്തണുണ്ടോ, ശരിക്കും പേടിയാവും. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതൊരു ചെമ്മീൻ കെട്ടാണ്. അപ്പോൾ അതിനറ്റത്താണ് ഈ സംഭവം. അഷ്ണ തന്നെയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ പോയത്. പക്ഷേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതുവരെ കാണാത്തവരെന്തായാലും മസ്റ്റ് ഒരു 1 ടൈം എങ്കിലും വാച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇത്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് എത്തുമ്പോൾ ഏകദേശം ഒരു 1-1:30 ആയിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയെങ്കിലും ബെഡ് കാണണം, കിടന്നങ്ങ് ഉറങ്ങണം എന്നുള്ളൊരു വൈബായി. പക്ഷേ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് കണ്ട കാഴ്ച കിടിലനായിരുന്നു. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരെ ഈ ഒരു കാഴ്ച ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ, അടിപൊളിയാണേ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, സീ യു.